ഈശ്ലോൺ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു. ആമേൻ. നമ്മൾ പിശാചിന് ഒരു മനുഷ്യൻ ദൈവത്തോടടുത്ത് ജീവിക്കുന്നത് ഒരിക്കലും ഇഷ്ടമുള്ള കാര്യമില്ല. ആമേൻ. ഒരു മനുഷ്യൻ ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിച്ചാൽ പിശാച് ആ മനുഷ്യനിൽ നിന്നും തെറ്റി ആ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ പല പദ്ധതികളും നടപ്പിലാക്കും. അതിലൊന്നാമത്തെ പദ്ധതിയാണ് ആമേൻ പാപത്തിൻ്റെ വഴിയെ ഒരു മനുഷ്യനെ നടത്തിക്കുക എന്നത്. പാപമെന്ന് പറഞ്ഞാൽ നുണ പറയുന്നത് മാത്രമല്ല പാപം. ആമേൻ. നമ്മൾ ഒരു വാക്കിൽ നോക്കിൽ പ്രവൃത്തിയിൽ നമ്മൾ ഒരു ദിവസം പാപം ചെയ്യാം. പക്ഷെ അറിയാതെ ചെയ്യുന്ന പാപത്തേക്കാൾ വലുതാണ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപം. ആമേൻ. അതിപ്പം മനുഷ്യൻ്റെ നിയമത്തിലാണേലും അറിയാതെ ചെയ്യുന്ന തെറ്റിന് ഒരു പക്ഷേ നമുക്ക് വിടുതൽ കിട്ടാം. എന്നാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപത്തിന് നമുക്ക് വിടുതൽ കിട്ടത്തില്ല. ആമേൻ. ഇനി രണ്ടാമത് പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പദ്ധതി എന്ന് പറയുന്നത് പ്രാർത്ഥനയെ മുടക്കുക എന്നതാണ്. ആമേൻ. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നവൻ മാത്രമേ ജയിക്കത്തുള്ളൂ, അഥവാ മുന്നേറത്തുള്ളൂ. ആമേൻ. പ്രാർത്ഥനയാണ് ഒരു മനുഷ്യൻ്റെ ആയുധം എന്ന് പറയുന്നത്. അവൻ്റെ കഷ്ടതയിൽ നിന്നും കണ്ണുനീരിൽ നിന്നും അവൻ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളിൽ നിന്നും ഒരു മനുഷ്യന് വിടുതൽ കിട്ടണമെങ്കിൽ പ്രാർത്ഥിച്ചാലേ പറ്റത്തുള്ളൂ. ആമേൻ. നമ്മൾ ഇനി പിശാച് കാണിക്കുന്ന ഒരു തന്ത്രമെന്ന് പറയുന്നത്, നമ്മൾ എപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കുന്നോ അപ്പോൾ മുതൽ പിശാച് ആ പ്രാർത്ഥനയെ മുടക്കാൻ പല വഴികളും തിരഞ്ഞെടുക്കും. ആമേൻ. അതിൽ പല വഴികളും തിരഞ്ഞെടുക്കും. എന്നാൽ നമ്മൾ ഒരിക്കലും ആ പ്രാർത്ഥനയെ മുഴുവനാക്കാതെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും എഴുന്നേൽക്കരുത്. ആമേൻ. നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ പ്രാർത്ഥിച്ചിരിക്കണം. ഇപ്പം ഞാൻ രാവിലെ പ്രാർത്ഥിക്കും, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും. പിന്നെ എൻ്റെ സന്ധ്യാപ്രാർത്ഥന എന്ന് പറയുന്നത് 7 മണി തൊട്ട് 8 മണി വരെയാണ്. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും. അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. എപ്പോഴും ഞാൻ അന്യഭാഷയിൽ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ എപ്പോഴും കർത്താവിനെ പാടി ആരാധിച്ചു കൊണ്ടേയിരിക്കും. ആമേൻ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ആമേൻ. പ്രാർത്ഥിക്കുന്നവൻ മാത്രമേ ജീവിതത്തിൽ മുന്നേറത്തുള്ളൂ എന്ന് പിശാചിന് അറിയാവുന്നതുകൊണ്ട് പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുമ്പിൽ എപ്പോൾ നാം മുട്ടുമടക്കുന്നു അപ്പോൾ മുതൽ പിശാച് അതിനെ മുടക്കാൻ ശ്രമിക്കും. ആമേൻ. പല ആൾക്കാരും പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ശ്രദ്ധയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാനോ പ്രാർത്ഥിക്കാനോ പറ്റുന്നില്ല എന്ന്. അതൊരു പൈശാചികമായ തന്ത്രമാണ്. നമ്മൾ ഒരിക്കലും ആ തന്ത്രത്തിൽ വീണിട്ട് പ്രാർത്ഥിക്കാതെ എഴുന്നേറ്റ് പോകാൻ പാടില്ല. പിശാച് തന്ത്രം പ്രയോഗിക്കുമ്പോൾ നാം അന്യഭാഷയിൽ സ്തുതിക്കുക. അന്യഭാഷ കിട്ടിയിട്ടില്ലെങ്കിൽ യേശുവേ സ്തോത്രം എന്ന് പറയുക. പിശാച് ഒരുക്കിയിരിക്കുന്ന ആ പുകമറിയ, അതായത് ദൈവവുമായിട്ടുള്ള ആ കണക്ഷനിൽ പ്രാർത്ഥിക്കാതെ നമ്മൾ എഴുന്നേറ്റ് പോകാൻ പിശാച് ഒരുക്കിയിരിക്കുന്ന ആ തന്ത്രത്തെ ദൈവം നമ്മിൽ നിന്നും എടുത്തു മാറ്റും. ആമേൻ. പ്രാർത്ഥിക്കാത്തവനും പള്ളിയിൽ പോകാത്തവനും ബൈബിൾ വായിക്കാത്തവനും അന്യഭാഷയിൽ സ്തുതിക്കാത്തവനും ഒന്നും ജീവിതത്തിൽ മുന്നേറത്തില്ല എന്ന് പിശാചിന് അറിയാവുന്നത് കൊണ്ട് പിശാച് അവരെ ഒന്നും നോട്ടമിടത്തില്ല. ആമേൻ. ഒന്നും ചെയ്യാൻ പോകൂല. ഇവൻ നമ്മുടെ ആളാ, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുക്കിലേക്ക് വന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ അവൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല എന്ന് പിശാച് അങ്ങ് ചിന്തിക്കും. എന്നാൽ അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവൻ്റെ പുറകെ നടക്കും. എപ്പോഴും 24 മണിക്കൂറും പിശാച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവൻ്റെ പുറകെ നടന്ന്, അല്ലെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നടക്കുന്നവൻ്റെ പുറകെ നടന്ന് പിശാച് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കും. നാം ചെയ്യേണ്ടത് ഒരിക്കലും വിട്ടുകൊടുക്കാതിരിക്കുക എന്നതാണ്. ആമേൻ. ഞാൻ എപ്പോഴും മറ്റുള്ളവരോട് പറയുന്നൊരു കാര്യമുണ്ട്, മനുഷ്യനായാൽ വാശി വേണം. ആമേൻ. ജീവിതത്തിൽ മുന്നേറാനുള്ള ഒരു വാശി വേണം. ആരെങ്കിലും എന്തേലും പറയുമ്പോൾ തളർന്നു പോവുകയും അങ്ങനെ തളർന്നു പോകാൻ പാടില്ല. നമ്മൾ ജീവിക്കണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ജീവിതത്തിൽ മുന്നേറാനുള്ള ഒരു വാശി നമുക്കുണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ തളർന്നു പോകാതിരിക്കാനുള്ള ഒരു വാശി നമുക്കുണ്ടായിരിക്കണം.
ആമേൻ. എല്ലാ കാര്യത്തിലും വാശി കാണിക്കാമെങ്കിൽ പ്രാർത്ഥനയുടെ കാര്യത്തിൽ, ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് വാശി കാണിക്കാൻ പാടില്ല? അതുകൊണ്ട് അതിനാൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പിശാച് തന്ത്രങ്ങൾ പ്രയോഗിച്ചാൽ നമ്മൾ ഒരിക്കലും പ്രാർത്ഥനാ സ്ഥലത്തുനിന്ന് എഴുന്നേറ്റ് പോകാതെ അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥന മുഴുവനാക്കുക. ആമേൻ. എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവുക, ബൈബിൾ വായിക്കുക, അന്യഭാഷയിൽ സ്തുതിക്കുക. അന്യഭാഷ കിട്ടിയിട്ടില്ലാത്തവർ യേശുവെ സ്തോത്രം, യേശുവെ നന്ദി എന്ന് പറയുക. ആമേൻ. അതിന് പകരം നിങ്ങൾ പിശാചിൻ്റെ തന്ത്രത്തിൽ വീണ് ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കാതെ നടന്നാൽ പിശാച് ജയിക്കും, മനുഷ്യൻ തോൽക്കും. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.